ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996-ൽ മുകേഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 90കളുടെ ആദ്യ പകുതിയിൽ നിരവധി ചിത്രങ്ങളുമായി തിളങ്ങിയ മുകേഷിന് 1996-ൽ ആകെ 4 ചിത്രങ്ങൾ മാത്രമേ റിലീസ് ചെയ്തുള്ളൂ. ഇതിൽ 3 ചിത്രങ്ങൾ കോമഡിയുടെ മേമ്പൊടിയിലുള്ള ഫാമിലി എന്റർടൈനർ ആയിരുന്നപ്പോൾ ഒരു ചിത്രം സീരിയസ് ആയൊരു പ്രമേയമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇനി ഏതൊക്കെയാണ് 96ൽ മുകേഷ് അഭിനയിച്ച ചിത്രങ്ങൾ എന്ന് നോക്കാം. 1996ൽ മുകേഷ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12-ാം തീയതി തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ. സിദ്ദിഖിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ കോമഡി ഫാമിലി എന്റർടൈനറിൽ മുകേഷ് മികച്ചൊരു വേഷമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുവരെയുള്ള 6 സിദ്ദിഖ് ലാൽ ചിത്രങ്ങളിൽ 4ലും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത മുകേഷിന് ലഭിച്ച അഭിനയ പ്രാധാന്യമുള്ള വേഷമായിരുന്നു ഹിറ്റ്ലറിലേത്. ലാലിന്റെ നിർമ്മാണത്തിലൊരുങ്ങിയ ഈ ചിത്രം അതുവരെ ഉണ്ടായിരുന്ന സകലവിധ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് മെഗാ വിജയമാണ് നേടിയത്. മമ്മൂട്ടി ഹിറ്റ്ലർ മാധവൻകുട്ടിയായി അരങ്ങ് തകർത്ത ഈ കോമഡി ഫാമിലി എന്റർടൈനർ കുടുംബ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചതാണ് ഐതിഹാസിക വിജയം നേടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, വാണി വിശ്വനാഥ്, സുചിത്ര, ചിപ്പി, സൈനുദ്ദീൻ, ശ്രീരാമൻ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഹിറ്റ്ലർ പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ചത്. SP വെങ്കടേഷിന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് ഏറെ സ്വാധീനം ചെലുത്തി. 96ൽ മുകേഷ് നായകനായി എത്തിയ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 5-ാം തീയതി തിയേറ്ററുകളിലെത്തിയ മിസ്റ്റർ ക്ലീൻ. GK പ്രൊഡക്ഷൻസ് നിർമ്മിച്ച മിസ്റ്റർ ക്ലീൻ വിനയനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. 95 ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്ത ചിപ്പായി ലഹള എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനയൻ, മുകേഷ്, ശ്രീനിവാസൻ ടീം ഒരുമിച്ച മിസ്റ്റർ ക്ലീൻ അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. ശ്രീനിവാസൻ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ദേവയാനിയും ആനിയുമായിരുന്നു നായകന്മാരായി എത്തിയത്. രാജൻ കിനിയത്ത്, വിനു കിരിയത്ത് എന്നിവർ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ മിസ്റ്റർ ക്ലീൻ കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ അഭിപ്രായം നേടിയെടുക്കാൻ കഴിയാതെ പോയ ഈ ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല. SP വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച മനോഹര ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. രാജൻ പി ദേവ്, NF വർഗീസ്, ഹരിശ്രീ അശോകൻ, കോട്ടയം നസീർ, KPAC ലളിത തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 96ൽ മുകേഷിൻ്റെതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 25-ാം തീയതി തിയേറ്ററുകളിലെത്തിയ കാണാ കിനാവ്. മുരളി നായകനായി എത്തിയ ഈ ചിത്രം സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരനായിരുന്നു നിർമ്മിച്ചിരുന്നത്. TA റസാഖ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം മികച്ച ചിത്രമെന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര രീതിയിൽ ശോഭിച്ചില്ല. മുകേഷ് അഭിനയ പ്രാധാന്യമുള്ള മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സുകന്യയായിരുന്നു മുരളിയുടെ നായികയായി എത്തിയത്. മോഹിനി, കുതിരവട്ടം പപ്പു, രാജൻ ബി ദേവ് തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത കാണാക്കിനാവ് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായിരുന്നു. രഘുകുമാർ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96ൽ മുകേഷ് നായകനായി എത്തിയ അവസാനത്തെ ചിത്രമായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 25-ാം തീയതി തിയേറ്ററുകളിലെത്തിയ നന്ദഗോപാലിന്റെ കുസൃതികൾ. സാറ സിനിയാർട്സ് നിർമ്മിച്ച ഈ ചിത്രം നിസാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് പേരുകേട്ട നിസാർ മുകേഷിനെ നായകനായി എത്തിയ ഈ ചിത്രം കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫാസി മാങ്കുഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങി. തമിഴ് നടി ചെൺപകം നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ, രാജൻ പി ദേവ്, KPAC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാജാമണിയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 96ൽ മുകേഷ് അഭിനയിച്ച 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം
ഇൻഡസ്ട്രി ഹിറ്റായി മാറിയപ്പോൾ 3 ചിത്രങ്ങൾ സാമ്പത്തികമായി പരാജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 25% ആണ്. ഇതിൽ 2 ചിത്രങ്ങളിൽ നായകനായി എത്തിയപ്പോൾ 2 ചിത്രങ്ങളിൽ ഉപനായകന്റെ വേഷമായിരുന്നു മുകേഷ് അവതരിപ്പിച്ചത്. ഇത്രയുമാണ് 1996-ൽ മുകേഷ് അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.